ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ. നല്ല വറുത്തരച്ച ചെന്ന മസാല കടലക്കറിയും പിന്നെ പൂ പോലുള്ള ഇടിയപ്പവും. എന്നാ വൈകിക്കണ്ട, എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു 8 മണിക്കൂർ കടല നന്നായിട്ട് കുതിരാൻ വെക്കണം. ഇനി കുതിർത്ത് വെച്ച കടല 1 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിൽ ഒരു 3 വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ നോക്കാം. അതിനായി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. അത് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് വറ്റൽമുളക്, കുരുമുളക്, മല്ലി, ഗ്രാമ്പൂ, പട്ട എന്നിവ ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം ചിരകിയ തേങ്ങ ചേർത്ത് നന്നായി ഒരു ബ്രൗൺ നിറം വരുന്നത് വരെ വറുത്തെടുക്കാം. അതൊന്ന് വറന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി മറ്റൊരു പാനിൽ അല്പം എണ്ണ ചൂടാക്കി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് വേണ്ട സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ കറി ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം അല്പം കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന പാകത്തിന് നമുക്ക് മുളകും തേങ്ങാക്കൊത്തും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മുടെ കറി ഒന്ന് താളിച്ചെടുക്കാം.
ഇനി നമുക്ക് ഇടിയപ്പത്തിന് വേണ്ട കാര്യങ്ങൾ നോക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് നെയ്യ് കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. ഇനി ഇതിലേക്ക് അളന്നെടുത്ത് വെച്ച 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പാകമായി വരുമ്പോൾ 2 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ഇടിയപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് അതിൻ്റെ കുഴ പോലെ ഇരിക്കും, അപ്പോൾ നന്നായിട്ട് കുഴക്കണം. ഇനി നമുക്ക് ഒരു സേവനാഴി എടുത്ത് അതിലേക്ക് അല്പം നെയ്യ് തടവി കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ചേർത്ത് നല്ലതുപോലെ ചുറ്റിച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ ഇടിയപ്പം റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.